ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഈ അധ്യായത്തിലൂടെ പഠിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നല്ലൊരു കവർ ലെറ്റർ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ്. പ്രത്യേകിച്ചും ജോലി അന്വേഷിക്കുന്നവർക്ക് നമ്മൾ ഒരു CV HR ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മെയിൽ ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പ്ലീസ് ഫൈൻഡ് ദ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഫോർ യുവർ ഇൻഫോ തുടങ്ങിയ ചെറിയ 1-2 വാക്കുകളിൽ ഒതുക്കിയാണ് നമ്മൾ സാധാരണ CV അയക്കാറുള്ളത്. ഇത് തികച്ചും ഒരു പ്രൊഫഷണൽ രീതിയിലല്ല നമ്മുടെ CV അയക്കുന്നത്. നമുക്ക് എങ്ങനെ ഒരു പ്രൊഫഷണൽ രീതിയിൽ CV അയക്കാം എന്നുള്ളതാണ് ഈ അധ്യായത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേര് പറയുന്നത് കവർ ലെറ്റർ എന്നാണ്. ബയോഡാറ്റയിൽ പറയാൻ പോകുന്നതിൻ്റെ ചുരുക്കരൂപമാണ് നമ്മൾ ഒരു കവർ ലെറ്റർ മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കവർ ലെറ്ററിൽ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നമുക്ക് ഒരു സാമ്പിൾ കവർ ലെറ്റർ ഈ അധ്യായത്തിലൂടെ പഠിക്കാം. ഓക്കെ, കവർ ലെറ്റർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം പർപ്പസ് ഓഫ് കവർ ലെറ്റർ. നമ്മൾ എന്ത് ഉദ്ദേശത്തിനാണ് റെസ്യൂം അയക്കുന്നത് അല്ലെങ്കിൽ ഈ ഡോക്യുമെൻ്റ് അയക്കുന്നത് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്. ഒരു ജോലിക്കാണെങ്കിൽ ആ ജോലിയുമായി ബന്ധപ്പെട്ട നമ്മുടെ സ്കില്ലുകളും എക്സ്പീരിയൻസും മാത്രമേ അതിൽ മെൻഷൻ ചെയ്യാവൂ. ഇനി ലെങ്ത് ഓഫ് ദ ലെറ്റർ. ഒരു ബയോഡാറ്റയിൽ ഉൾപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു കവർ ലെറ്ററിൽ ഉൾപ്പെടുത്താൻ പാടില്ല, കഴിയുകയുമില്ല. മാക്സിമം പോവുകയാണെങ്കിൽ 1 പേജാണ് കവർ ലെറ്ററിൻ്റെ ലെങ്ത്ത്. സാധാരണ HR ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് കവർ ലെറ്റർ. പക്ഷേ നമ്മൾ ഒരു കവർ ലെറ്ററോടുകൂടെ ഇമെയിൽ അയക്കുമ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡൈസേഷൻ ലഭിക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും ആർക്കും നമ്മുടെ ബയോഡാറ്റകൾ അയക്കുമ്പോൾ കവർ ലെറ്ററോടുകൂടി നിങ്ങൾ ഇമെയിൽ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ മാച്ചിങ് യുവർ സബ്ജക്റ്റ്. നമുക്ക് ഇഷ്ടമുള്ള കണ്ടൻറ്റുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഉദ്ദേശത്തിൽ ഒതുങ്ങിയായിരിക്കണം നമ്മുടെ കണ്ടൻറ്റ് ഉൾപ്പെടുത്തേണ്ടത്. അതായത് ഒരു ജോബിൻ്റെ വേക്കൻസിയിലേക്കാണ് നമ്മൾ ഇമെയിൽ അയക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടത് മാത്രമേ അതിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. അതുതന്നെയാണ് ഇൻക്ലൂഡ് ആൻഡ് എക്സ്ക്ലൂഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ വേണ്ട കാര്യങ്ങൾ മെൻഷൻ ചെയ്യുകയും വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുകയും വേണം. അതുപോലെ തന്നെ കൈൻഡ്സ് ഓഫ് കവർ ലെറ്റർ. വ്യത്യസ്ത തരം കവർ ലെറ്ററുകളുണ്ട്. അത് ഒരു വലിയ ചർച്ചയാണ്. ഞാൻ അതിൻ്റെ ചുരുക്കം പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഫ്രഷർ ആയിരിക്കാം, നമ്മൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളായിരിക്കാം. അവർക്കെല്ലാം സെപ്പറേറ്റ് കവർ ലെറ്ററാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ആൾറെഡി ഒരു ജോബ് വേക്കൻസിയിലേക്ക് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇമെയിൽ അയക്കുന്നതെങ്കിൽ അതിൻ്റെ രീതി വേറെയാണ്. ഇല്ലെങ്കിൽ ഇനി അവിടെ വേക്കൻസി ഇല്ല, ഫ്യൂച്ചറിലെ വല്ല ജോബ് വേക്കൻസിക്ക് വേണ്ടിയാണ് നമ്മൾ ഇമെയിൽ അയക്കുന്നതെങ്കിൽ അതിൻ്റെ കവർ ലെറ്റർ വേറെ രീതിയാണ്. അപ്പോൾ കൈൻഡ്സ് ഓഫ് കവർ ലെറ്റർ എന്നതിൻ്റെ ചുരുക്കം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ എല്ലാറ്റിനും പറ്റുന്ന ഒരു ജനറലായ ഒരു കവർ ലെറ്ററാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്ന കവർ ലെറ്റർ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നില്ല. ഞാൻ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കവർ ലെറ്റർ പ്രിപ്പയർ ആക്കിയതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കവർ ലെറ്റർ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഒന്നാമത് നമ്മൾ സർ, മാഡം. നമ്മൾ ഇത് രണ്ടും മെൻഷൻ ചെയ്യുന്നത് ചിലപ്പോൾ നമ്മുടെ അയക്കുന്ന കമ്പനിയുടെ HR ഡിപ്പാർട്ട്മെൻറ്റ് ചിലപ്പോൾ സ്ത്രീ ആയിരിക്കാം അല്ലെങ്കിൽ പുരുഷനായിരിക്കാം. നമ്മൾ സർ എന്ന് പറയുമ്പോൾ അവർക്കൊരു മാനസിക വിഷമം തോന്നാതിരിക്കാൻ വേണ്ടി രണ്ടുപേരെയും നമ്മൾ മെൻഷൻ ചെയ്യുന്നു. ഐ ആം റൈറ്റിംഗ് ടു ഇൻക്വയർ ഫോർ ദ വേക്കൻസി. ഞാൻ എഴുതുന്നത് ഒരു വേക്കൻസിക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മളവിടെ ഡാഷ് ഇട്ട ഭാഗം നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇപ്പോൾ നിങ്ങൾ ഒരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, അല്ലെങ്കിൽ പെയിൻറ്റർ ആണെങ്കിൽ പെയിൻറ്റർ തുടങ്ങിയ ഇഷ്ടമുള്ള ജോലി നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഇൻ യുവർ കമ്പനി ഐ എൻക്ലോസ് മൈ CV ഫോർ ഇൻഫർമേഷൻ. ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ എൻ്റെ ബയോഡാറ്റ കരിക്കുലം വിറ്റ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് അവിടെ നമ്മൾ എഴുതിയത്. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. ആസ് യു ക്യാൻ സി, അതായത് നമ്മൾ ബയോഡാറ്റ കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, നിങ്ങൾക്ക് കാണാൻ കഴിയും I have had extensive work experience. എനിക്ക് വളരെയധികം
എക്സ്പീരിയൻസ് ഉണ്ട് ഇൻ നമ്മുടെ ജോബ് വേക്കൻസിയുടെ ടൈറ്റിലാണ് നമ്മൾ എഴുതേണ്ടത്. അത് ഇൻ പെയിൻറ്റിങ് അല്ലെങ്കിൽ ഇൻ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഡെസ്ക്ടോപ്പ് സപ്പോർട്ട്, ഇഷ്ടമുള്ള ജോബ് വേക്കൻസി നിങ്ങൾക്ക് എഴുതാം. ഗിവിംഗ് മീ വാരിഡ് സ്കിൽ ആൻഡ് എബിലിറ്റി ടു വർക്ക് വിത്ത് മെനി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ. ആ എക്സ്പീരിയൻസ്, സ്കില്ലും എബിലിറ്റിയും വ്യത്യസ്ത ആളുകളോടുകൂടെ വർക്ക് ചെയ്യാനുള്ള കഴിവും പ്രാഗൽഭ്യവും എനിക്ക് നൽകുന്നു. ഐ ബിലീവ് ഐ കുഡ് ഫിറ്റ് ഈസിലി ഇൻ ടു എ ടീം. നിങ്ങളുടെ ടീമുമായി ജോയിൻ ചെയ്യാൻ ഞാൻ ഫിറ്റാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഇത് ഈ സെൻറ്റൻസ്, ഈ വാക്കുകളെല്ലാം നമുക്ക് എല്ലാ ജോബിനും ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ്. ഇനി നമുക്ക് അടുത്ത ഒരു പാരഗ്രാഫ് നോക്കാം. ഐ എം ഫ്ലെക്സിബിൾ, quick to pick up new skill and eager to learn from others. I am flexible. ഞാൻ ഒരു ഫ്ലെക്സിബിൾ മെൻറ്റാലിറ്റി ഉള്ള ആളാണ്. ക്വിക്ക് ടു പിക്ക് അപ്പ് ന്യൂ സ്കിൽ, പുതിയ കഴിവുകളെ പെട്ടെന്ന് പിടിച്ചെടുക്കാനുള്ള ഒരു കഴിവ് എനിക്കുണ്ട്. ആൻഡ് ഈഗർ ടു ലേൺ ഫ്രം അതേഴ്സ്, മറ്റുള്ള ആളുകളിൽ നിന്നും കണ്ട് മനസ്സിലാക്കാൻ, പഠിക്കാനുള്ള ഒരു താല്പര്യവും എനിക്കുണ്ട്. ഐ ആൾസോ ഹാവ് ലോട്ട് ഓഫ് ഐഡിയാസ് ആൻഡ് എന്തൂസിയാസം. എനിക്കൊരുപാട് ആശയങ്ങളും, എന്തൂസിയാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈഗർനെസ് നമുക്ക് പറയാം. ഓരോ വിഷയങ്ങളിൽ വർക്ക് ചെയ്യാനുള്ള താല്പര്യം, വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്, ഇവിടെ നമ്മൾ അത്ര മനസ്സിലാക്കുക. ഓക്കെ. ഐ ആം കീൻ ടു വർക്ക് ഫോർ എ കമ്പനി വിത്ത് എ ഗ്രേറ്റ് റെപ്യൂട്ടേഷൻ ലൈക്ക് യു. ഐ ആം കീൻ ടു വർക്ക്, എനിക്ക് വളരെ താല്പര്യമുണ്ട്, വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. ഫോർ എ കമ്പനി, ഒരു കമ്പനിക്ക് വേണ്ടി. വിത്ത് എ ഗ്രേറ്റ് റെപ്യൂട്ടേഷൻ, ഒരു നല്ല റെപ്യൂട്ടേഷനുള്ള സ്ഥാനത്തുള്ള കമ്പനിയിൽ വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. ലൈക്ക് യു, നിങ്ങളെപ്പോലത്തെ നല്ല കമ്പനിയിൽ വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന ആശയം നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുകയാണ്. ഐ ഹാവ് എക്സലൻറ്റ് റെഫറൻസ് ആൻഡ് വുഡ് ബി ഡിലൈറ്റ് ടു ഡിസ്കസ് എനി പോസിബിൾ വേക്കൻസി വിത്ത് യു. ഐ ഹാവ് എക്സലൻസ് റെഫറൻസ്, എനിക്കൊരുപാട് നല്ല റെഫറൻസ് ഉണ്ട്. നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്കിപ്പ് ചെയ്യാം. നിങ്ങളുടെ റെഫറൻസ് നിങ്ങൾ സി വിയിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ മാത്രം ഇത് ആഡ് ചെയ്താൽ മതി. വുഡ് ബി ഡിലൈറ്റഡ് ടു ഡിസ്കസ് എനി പോസിബിൾ വേക്കൻസി, ഞാൻ വളരെ സന്തോഷമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യാൻ ഞാൻ വളരെ സന്തോഷമാണ്. വിത്ത് യു അറ്റ് യുവർ കൺവീനിയൻസ്, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഏത് സമയത്തും ഞാൻ എൻ്റെ ജോബ് റിലേറ്റഡായ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണ്, താല്പര്യമുണ്ട്, സന്തോഷമുണ്ട് എന്നാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തത്. ഇൻ കേസ് യു ഡോണ്ട് ഹാവ് എനി സൂട്ടബിൾ ഓപ്പണിംഗ് അറ്റ് ദ മൊമെൻറ്റ്. ഇൻ കേസ്, ഒരു പക്ഷേ നിങ്ങൾക്ക് സൂട്ടബിളായ ഒരു വേക്കൻസി ഇപ്പോൾ ഇല്ലെങ്കിൽ, ഐ വുഡ് ബി ഗ്രേറ്റ്ഫുൾ ഇഫ് യു കുഡ് കീപ് മൈ സി വി ഓൺ യുവർ ഫയൽ. ഐ വുഡ് ബി ഗ്രേറ്റ്ഫുൾ, ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. ഇഫ് യു കുഡ് കീപ് മൈ സി വി, എൻ്റെ ബയോഡാറ്റ സി വി നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ, ഓൺ ഫയൽ, നിങ്ങളുടെ ഫയലിൽ സൂക്ഷിക്കുകയാണെങ്കിൽ, ഫോർ എനി ഫ്യൂച്ചർ പോസിബിലിറ്റീസ്, ഭാവിയിൽ വല്ല ജോബ് വേക്കൻസി വരികയാണെങ്കിൽ നിങ്ങളുടെ ഫയലിൽ എൻ്റെ സി വി സൂക്ഷിക്കണം എന്ന് നമ്മളിവിടെ മെൻഷൻ ചെയ്യുകയാണ്. ഇനി നമ്മൾ യുവർ സിൻസിയർലി ആൻഡ് യുവർ നെയിം, നിങ്ങളുടെ പേരാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു കവർ ലെറ്ററിൽ നമ്മൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കവർ ലെറ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് മാറ്റേണ്ട ഭാഗം എന്ന് പറയുന്നത്, ഞാൻ ഡോട്ട് ഇട്ട ഭാഗം മാത്രം നിങ്ങൾ മാറ്റിയാൽ മതി, അവിടെ നിങ്ങളുടെ ഡെസിഗ്നേഷൻ മാത്രം എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒരു സിമ്പിൾ കവർ ലെറ്റർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ റെസ്യൂം അയക്കുകയാണെങ്കിൽ, ബയോഡാറ്റ അയക്കുകയാണെങ്കിൽ, തീർച്ചയായും നിങ്ങളൊരു സ്റ്റാൻഡർഡൈസ് പേഴ്സൺ ആണ് എന്ന് നിങ്ങൾ HR-ന് ബോധ്യമാവുകയും ചിലപ്പോൾ നിങ്ങൾ ഇത് കാരണം സെലക്ട് ആവാനും ഷോർട്ട് ലിസ്റ്റ് ആവാനും നിങ്ങൾ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഓക്കെ. അപ്പോൾ ഇനി മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ see you, bye.